ഇതിനായിട്ട് വേണ്ടത് 200 ഗ്രാം കോൽപ്പുളിയാണ്. അപ്പോൾ കോൽപ്പുളി ഏകദേശം ഒരു 4 ഗ്ലാസ് വെള്ളത്തിൽ നമുക്കൊന്ന് കുതിർത്ത് വെക്കാം. കുതിർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇത് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് പുളിയിലേക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ വെള്ളം ചേർക്കാം. അങ്ങനെ ടോട്ടൽ ഒരു 6 ഗ്ലാസ് വെള്ളമാണ് ഇതിനെടുത്തിട്ടുള്ളത്. അങ്ങനെ നമുക്കിവിടെ പുളിയെല്ലാം പിഴിഞ്ഞ് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ അതേ എന്നെ പറമ്പിലോട്ട് കൊണ്ടുപോയി. അമ്മ അതേ കിളച്ചെടുക്കുവാണ് കേട്ടോ ഇഞ്ചി. അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം ഒരു 100 ഗ്രാം ഇഞ്ചി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷ് ഇഞ്ചി 100 ഗ്രാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഒന്നും ഉപയോഗിക്കണില്ല, കാന്താരി മുളക് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഇതേ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കാന്താരിയും കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കാം കേട്ടോ. ഇനി കാന്താരി നല്ല വട്ടത്തിൽ അരിഞ്ഞു വെക്കാം. ഇനി നമുക്ക് നമ്മുടെ പണിയിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഏകദേശം ഒരു 200 ഗ്രാമോളം ശർക്കര പാവ് കാച്ചി വെക്കാം. ഇനി ചീനച്ചട്ടി ചൂടാവുന്ന സമയത്ത് നമുക്കതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും കാന്താരി മുളകും ഇട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതെടുത്ത് മാറ്റി വെക്കാം. ഇഞ്ചമ്പുളി മൺപാത്രത്തിൽ വെച്ചാലേ നല്ല രുചി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ സ്ഥിരം ഇഞ്ചമ്പുളി പാത്രമാണത്. അതിലേക്ക് അമ്മ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ പുളിവെള്ളമാണ്. പിന്നെ അതിലേക്ക് നമ്മൾ മുരിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും കാന്താരി മുളകും ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും പിന്നെ ഏകദേശം 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാവ് കാച്ചിയത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ പുളിയും ശർക്കരയും ഏകദേശം ഒരേ അളവാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇവിടെ എല്ലാവർക്കും നല്ല പുളിയും വേണം, നല്ല മധുരവും വേണം. രണ്ടും നല്ല കട്ടയ്ക്ക് തെളിക്കണ പുളിഞ്ചിയാണ് എല്ലാവർക്കും ഇഷ്ടം. ഇതൊന്ന് തിളയ്ക്കണം. തിളച്ചിട്ട് കുറച്ചൊന്ന് കുറുകണം കേട്ടോ. ഭയങ്കര തിക്കാവണവരെ വെയിറ്റ് ചെയ്യേണ്ട, കാരണം ഇത് ഇരുന്ന് കുറുക്കിക്കോളും. അപ്പോൾ കുറച്ചൊന്ന് കുറുകുന്ന സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി അതിലേക്കുള്ള കടുക് താളിക്കാം. ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ വീതം ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ്. ഒരു 4-5 വറ്റൽമുളക് ഇതേ നടു പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. അതായത് ഈ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഒന്ന് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആയി വരണം. ആ സമയത്ത് നമുക്കിത് എടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പുളിയിഞ്ചിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുളിയിഞ്ചിയുടെ റെഡി ആയി കഴിഞ്ഞു. ഞങ്ങളിതിന് ഇഞ്ചംപുളി എന്നും പറയാറുണ്ട് കേട്ടോ. നിങ്ങൾ എന്താണ് ഇതിനെ പറയാന്നുള്ളത് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതേ നല്ല ചൊടിയൊക്കെയുള്ള നല്ല പുളിയും മധുരവും എരിവൊക്കെയുള്ള നല്ല അമ്മ സ്പെഷ്യൽ പുളിയിഞ്ചിയുടെ റെഡി ആയിട്ടുണ്ട്.